ഖുർആൻ ഒട്ടും അമാനുഷികമായിട്ടുള്ള ഒരു ഗ്രന്ഥമല്ല. ഉം. അമാനുഷികമായ ഒന്നും ഖുർആനിലില്ല. ഖുർആനിലെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഇപ്പൊ സൂചിപ്പിക്കാം. അബദ്ധങ്ങളുടെ നീണ്ട ഘോഷയാത്രയാണ്. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം അതിനെ ഉം. പറ്റിയിട്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കടലിന്റെ ആഴങ്ങളിൽ തിരമാലകൾ ഉണ്ട് എന്ന് പറഞ്ഞിരിക്കണു ഒരു കാര്യം. നിങ്ങള് അക്ബറിന്റെ സംഭാഷണം കേട്ടിട്ടുണ്ടാവും അല്ലേ? അത് കേട്ടിട്ടുണ്ട്. ഉം. അതിൽ പറയുന്നത് ഉം. കടലിന്റെ കടലിന്റെ ആഴങ്ങൾ തിരമാലകൾ ഉണ്ടെന്ന് ഖുർആനിലില്ല. ഖുർആനിലുണ്ട്. അതല്ലേ എന്നടിക്ക് പറയണത്. ഏത് ഖുർആന്? നമുക്ക് സൂറത്ത് 124 ഒരു സെക്കൻഡ് എടുക്കട്ടെ. ഉം. ഒരു കാര്യം അതാണ്. ഉം. പിന്നെ മറ്റൊരു കാര്യം എന്താ വെച്ചാല് വെള്ളത്തിൽ നിന്നാണ് ജീവജാലങ്ങൾ ഉണ്ടാക്കിയെന്ന് പറയുന്നുണ്ട്. ഉം. അത് നിങ്ങൾ കേട്ടിക്കണോ? എവിടെ? വെള്ളത്തിൽ നിന്നാണ് ഞാൻ അതൊക്കെ പഴങ്കഥയിലുള്ളതാണേ. അല്ല അത് ഖുറാനിലുണ്ടല്ലോ. അല്ല, അത് ബൈബിളിലുള്ളതാണേ. അതിലൊരു ബൈബിളിൽ അമാനുഷികത ഇല്ലാന്ന്. കോപ്പി അടിച്ച് അല്ല എഴുതുമ്പോ ചിലത് ശരിയാവും, ചിലത് തെറ്റാവും, അത്രേ ഉള്ളൂ. അപ്പൊ പണ്ട് ഞങ്ങളെ നാട്ടിലൊരാളെ പണ്ട് ഒരു പരീക്ഷ നടക്കുകയാണ് കേട്ടോ. പരീക്ഷ നടക്കുന്ന സമയത്ത് മുന്നിലിരിക്കുന്ന ഫിസിക്സ് കാരനെ നോക്കി പുറകിലിരിക്കുന്ന കെമിസ്ട്രിക്കാരൻ പരീക്ഷയ്ക്ക് കോപ്പി അടിച്ചു. ബാക്കിലിരിക്കുന്നതും ഫിസിക്സുകാരനായിരുന്നു. കെമിസ്ട്രിക്കാരനെ എഴുതിയ മുന്നത്തെ ഫിസിക്സിന്റെ കോപ്പി ബാക്കത്തോനെ എഴുതി. മുന്നത്തോനും പിന്നത്തോനും ജയിച്ചു. മീഡിയേറ്റർ ആയിട്ടുള്ള കെമിസ്ട്രിക്കാരൻ തോറ്റു. അപ്പൊ കോപ്പി അടിക്കുമ്പോ ചിലത് ശരിയാവും, ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവില്ല. അതിലൊന്നും വലിയ കാര്യമില്ല. 24-40 ആയിരിക്കും നിങ്ങൾ പറയുന്ന സാധനം. ആഴക്കടല് ആയിക്കോട്ടെ. അതിന്റെ പ്രശ്നം എന്താ? അതിപ്പോ കോപ്പി അടിച്ചു എന്ന് പറയുന്നതിന് മുമ്പ് ഈ ഖുർആനിൽ പറയണ്ടല്ലോ. അതിന് മുമ്പ് അല്ല, നമ്മൾ ഇതിലേക്ക് വരാം. നമുക്ക് ആദ്യം ഓരോന്നോരോന്ന് എടുക്കാം. ഞാൻ പറഞ്ഞത് ഖുർആന്റെ അമാനുഷികത വേണമെങ്കിൽ നമുക്ക് വേറൊരു ദിവസം നിങ്ങള് തെളിവെടുത്ത് സാധനങ്ങളൊക്കെ എടുത്ത് റെഡിയാക്കിയിട്ട് വിളിച്ചോളി, നമുക്ക് ഇരുന്ന് സംസാരിക്കാം. നിങ്ങൾക്ക് മുൻകൂട്ടി അയച്ചരണം പോലും ഇല്ല. സംസാരിക്കുമ്പോ നമുക്ക് ഇങ്ങനെ അപ്പം ഇങ്ങനെ പറഞ്ഞാൽ മതി. പണ്ട് അക്ബർ പിന്നെ ഖുർആന്റെ അമാനുഷികത തെളിയിക്കാൻ വേണ്ടിയിട്ട് ഈ ഖുർആൻ വചനം ഏതാന്നൊക്കെ ഒളിപ്പിച്ചു പിടിച്ചിട്ടാണ് പണ്ട് സംഭവത്തേക്ക് വന്നത്. എന്ത് വിഷയത്തിലാണ് നിങ്ങൾ ആ അത്ഭുതം പറയണമെങ്കിൽ ആ അത്ഭുതം ഇന്നതാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നാല് അത് അത്ഭുതമാണോ അല്ലേ എന്ന് നമുക്കും പരീക്ഷിക്കാനും പൊളിക്കാനൊക്കെ സമയം കിട്ടുമല്ലോ. സംവാദത്തിൽ അതൊക്കെയല്ലേ അതിന്റെ ഒരു മാന്യത. അതൊന്നും ഇല്ലാതെയാണ് വന്നത്, എന്നിട്ടും ക്ലച്ച് പിടിച്ചില്ല. അപ്പൊ ഖുറാനിലെ ഈ സൂറത്ത് നൂറിന്റെ കേസ് നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഇപ്പൊ തന്നെ പറഞ്ഞുതരാം. ഖുർആനില് കടലിന്റെ ആഴിയിൽ തിരമാല ഉണ്ട് എന്ന് അങ്ങനെ ഒരു അർത്ഥമോ വചനമോ വിശദീകരണമോ ഖുറാനിലില്ല. അത് അക്ബർ മാത്രമല്ല, അത് അതിന്റെ മുമ്പ് പണ്ട് സമദാനിയൊക്കെ പറഞ്ഞോണെയാണ്. സമദാനി വെറുതെ പറഞ്ഞൊന്നല്ല, അതൊക്കെ പണ്ടത്തെ ഈ നിങ്ങൾക്ക് അറിയോ? 24-40 അതില് സൂറത്ത് 140 അല്ലേ? ഒരു അർത്ഥം നോക്കട്ടെ, ഒരു സെക്കൻഡ്. അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനെ പറ്റി അവരുടെ നാവുകളും കൈകളും കാലുകളും അവർക്കെതിരെ സാക്ഷി പറഞ്ഞു വീശുക. 24-29 അല്ലേ? അവിശ്വാസികളുടെ പ്രവർത്തനങ്ങളുടെ ഉപമ പറയുന്ന 2 വചനങ്ങളാണ്. ഒന്ന് 24-39-40. അവിശ്വാസികളാകട്ടെ അവരുടെ കർമ്മങ്ങളെ മരുഭൂമിയിലെ മരീചിക പോലെയാകുന്നു. ദാഹിച്ചവൻ അത് വെള്ളമാണെന്ന് വിചാരിക്കുന്നു. അങ്ങനെ അവൻ അതിനടുത്തേക്ക് ചെന്നാൽ അങ്ങനെ ഒന്ന് ഉള്ളതായി തന്നെ അവൻ കണ്ടെത്തുകയില്ല. എന്നാൽ തന്റെ അടുത്ത് അള്ളാഹുവെ അവൻ കണ്ടെത്തുന്നതാണ്. അപ്പോൾ അള്ളാഹു അവന് അവന്റെ കണക്ക് തീർത്തു കൊടുക്കുന്നതാണ്. അതല്ലല്ലോ ആയത്ത്. അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഔക്കലുലമാത്തിൻ, അല്ലെങ്കിൽ അവന്റെ പ്രവർത്തനങ്ങളുടെ ഉപമ, അല്ലെങ്കിൽ ആഴക്കടലിലെ ഇരുട്ടുകൾ പോലെയാകുന്നു അവരുടെ പ്രവർത്തനങ്ങളുടെ ഉടമ. തിരമാല അതിനെ കടലിനെ പൊതിയുന്നു. കടലിനെ തിരമാല അതിനെ ബ്രാക്കറ്റിൽ കടലിനെ പൊതിയുന്നു. ഔക്കലുലമാത്തിൻ ഫി ബഹരിൻ ലുജിയിൻ. ബഹരിൻ ലുജിയ എന്താ? ആഴക്കടല് അല്ലേ? അതിനു മീതെ വീണ്ടും തിരമാല. എന്തിനു മീതെ? നിങ്ങളിപ്പോ വായിച്ചു തന്നെ എല്ലാം ഉണ്ട്. തിരമാല ഔക്കലുലുമാത്തിൻ ഫി ബഹരിൻ ലുജിയിൻ, ആഴക്കടലിലെ തിരമാല പോലെയാണ്. യഗ്ഷാഹു എന്ന് പറഞ്ഞാൽ അതിനെ എന്ന് പറഞ്ഞാൽ കടലിനെ പൊതിയുന്നു. നിങ്ങൾക്ക് ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ടാവും. അതിനാണ് പണ്ട് നമ്മളെ നൗഷാദ് ഹസനൊക്കെ അറബി ക്ലാസ് എടുത്തത് അക്ബറിന്. യഗ്ഷാഹു എന്ന് പറഞ്ഞാൽ ആ ഹു എന്ന് പറയുന്ന ലമീർ എന്തിലേക്കാണ് മടങ്ങുന്നത്? ബഹറുൽ ലുജിയിലേക്കാണ് മടങ്ങുന്നത്, ആഴക്കടലിലേക്കാണ്
ഉം, മടങ്ങുന്നത്. കടലിന്റെ ഉം, ആഴത്തിലേക്കല്ല, ബഹറിലേക്കാണ്, ലുജിയിലേക്കല്ല. ഉം, ഉം, ഓക്കെ. ഉം, യഗ്ഷാഹു മൗജുൻ, അതായത് ആഴക്കടലിനെ തിരമാല മൂടിയിട്ടുണ്ട്, അതായത് ഉം, പ്രക്ഷുബ്ധമായ കടൽ. ഉം, മിൻ ഫൗഖിഹി മൗജുൻ, അതിന് മുകളിൽ കൂടി വീണ്ടും തിരമാല അടിക്കുന്നുണ്ട്. അതായത് ഉം, കടലിന്റെ മുകളില്, ഉം, പ്രക്ഷുബ്ധമായ കടലില് ഒന്നിനു മീതെ ഒന്നായി തിരമാലകൾ ആർത്തിളക്കുന്ന ഒരു കടല്. ഉം. അതിനകത്ത് പെട്ടുപോയ ഒരു ഉം. മനുഷ്യനെ പോലെയാണ്, അവിടെയുള്ള കൂരിരുട്ടിനെ പോലെയാണ്. മിൻ ഫൗഖിഹി സഹാബ്, കാർമേഘം മൂടിയിട്ടുണ്ട്. അപ്പൊ ഉം. മേഘാവൃതമായ, ഉം. വെളിച്ചം നഷ്ടപ്പെട്ട, പ്രക്ഷുബ്ധമായ കടലിൽ പെട്ടുപോയ ഒരു മനുഷ്യനെ പോലെയാണ് ഉം. സത്യനിഷേധിയുടെ പ്രവർത്തനങ്ങളുടെ ഉപമ. എന്ന് ഉം. പറഞ്ഞാൽ അവര് പ്രവർത്തിച്ചിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ലാന്ന്, ഓക്കെ. അത്രേ ഉള്ളൂ. അല്ലാതെ ഈ ഇത് തിരമാല, ഇത് നിങ്ങൾ പറയണത് ആഴക്കടലിന് തിരമാല ഉണ്ട് എന്നാണ്. കടലിന്റെ ആഴിയിൽ ആഴക്കടൽ തിരമാല ഇതിലല്ല. ഉണ്ട് എന്നോ? ഒരു ഇതില് മിനിറ്റ്. പറയുന്നത് എന്താ വെച്ചാല് ആ തിരമാല, ആ കടൽ, ആഴിയിൽ ഇരുട്ടുണ്ട് എന്നും ആ ഇരുട്ടിനെ തിരമാല പൊതിയുന്നു എന്നാണ് അക്ബർ ഇതിൽ പറഞ്ഞത്. അയാളെന്താ വെച്ചാ പറഞ്ഞോട്ടെ, അതല്ല. ഉം, അല്ലെങ്കിൽ ആഴക്കടലിലെ ഇരുട്ടുകൾ പോലെയാകുന്നു ഉം, അവരുടെ പ്രവർത്തനങ്ങളുടെ ഉപമ. ഉം. തിരമാല കടലിനെ പൊതിയുന്നു. ആ തിരമാല കടലിനെ പൊതിയുന്നു. ആ അതിനു മീതെ വീണ്ടും തിരമാല. തിരമാല കടലിനെ പൊതിയുന്നു, അതിന്റെ മീലെ വീതും തിരമാല എന്ന് പറയാൻ എന്തിനാ അമാനുഷികമായ കഴിവ്? കടല് നോക്കിയാൽ നമുക്കറിയില്ലേ? അങ്ങനല്ലല്ലോ. പിന്നെ എന്നാ തിരമാല പറയും. അതിനെ പൊതിയുന്നു. ഏതിനെ? അതിനു മീതെ അതിനെ, അതിനെ എന്ന് പറഞ്ഞാ ഏതിനെ? കടലിനെ. ഇരുട്ടിനെ എന്നല്ലല്ലോ. അല്ലല്ല, കടലിനെ പൊതിയുന്നു. ആ കഴിഞ്ഞു. അതിന് മീതെ വീണ്ടും തിരമാല. കടലിനെ പൊതി എങ്ങനെ? കടലിനെ പൊതിയാന്ന് പറഞ്ഞാൽ മുകളിൽ കൂടെ അല്ലേ പൊതിയാൻ പറ്റുള്ളൂ, താഴത്ത് കൂടി പൊതിയാൻ പറ്റുമോ? ഇല്ല. ആ അപ്പൊ കടലിനെ പൊതിയുന്ന തിരമാല പറഞ്ഞാൽ എവിടെയുള്ള തിരമാല? ആന കടലിന്റെ ഉപരിതലത്തിലുള്ള തിരമാല ഈ അല്ലേ? തിരമാല. ആ അതിനു മീതെ വീണ്ടും തിരമാല. ഉം. അതിനു മീതെ വീണ്ടും ആ തിരമാല. അതെ, തിരമാലയുടെ മോളും അടിക്കണേ. ഭയങ്കര പ്രക്ഷുബ്ധമായ കടലാണ്. ഓക്കെ, അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ കരുതാം. അല്ല, അങ്ങനെ ഉള്ളൂ. പിന്നെ ശാസ്ത്രം പറയുന്നത് കടലിന്റെ അടിയിൽ തിരമാല ഉണ്ട് എന്നാണല്ലോ. അങ്ങനെയുള്ള ഞാൻ കേട്ടിക്കണ്. ശാസ്ത്രം എന്തെങ്കിലും പറഞ്ഞോട്ടെ, ഖുറാനിൽ വേണ്ടേ? ഖുറാനില് പറഞ്ഞത് അത് തന്നെയാണ്. എന്ത്? അങ്ങനെ അതാണ് നിങ്ങൾ പ്രൂവ് നിങ്ങൾ പറഞ്ഞ ചെയ്യേണ്ടത്. പോലെ വ്യാഖ്യാനിക്കാം. അതായത് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അണ്ടർ വാട്ടർ വേവ്സ് ഉണ്ട് എന്ന് ഉം. പറയുന്ന ഒന്ന്, ഈ വേവ്സ് എന്ന് പറയുന്നത് ഈ തിരമാലയൊന്നും അല്ല. ഓക്കെ. അത് വേവ്സിന് അത് നിങ്ങൾ ഈ തിരമാല. ബിഗ് ബാങ് അറിയുമ്പോൾ പൊട്ടിത്തെറിന്ന് അർത്ഥം വെക്കുന്ന ഉസ്താദ്മാരുടെ പ്രശ്നമാണ് ഒന്നാമത്തെ പ്രശ്നം. ഈ രണ്ടാമത്തെ, അത് തിരമാലയാണെന്ന് സങ്കല്പിച്ചാൽ തന്നെ ആ, ശാസ്ത്രം കടലിന്റെ അടിയിൽ തിരമാല ഉണ്ടെന്ന് ഇപ്പൊ കണ്ടുപിടിച്ചു എന്ന് തന്നെ വെച്ചോ. ആ. അത് നിങ്ങൾ ഖുറാനിന്ന് പറഞ്ഞേരി. അതന്നെ പറഞ്ഞതേ. അതിനു മീതെ വീണ്ടും തിരമാല. നിങ്ങൾ പറഞ്ഞ പോലെ ഏതിനു അതിന് മീതെ? വ്യാഖ്യാനിക്കാം. അപ്പൊ ആദ്യം നിങ്ങൾ പൊതിയുന്ന പറഞ്ഞില്ലേ ആദ്യത്തെ തിരമാല? ഒരു മിനിറ്റ്, ആദ്യത്തെ തിരമാലയുടെ മുകളിലല്ലേ തിരമാല, രണ്ടാമത്തെ തിരമാല? അല്ല, ഏഹ് നിങ്ങൾ പറഞ്ഞ പോലെയും പറയാം. അതിൽ തെറ്റില്ല. ഒരു തിരമാല വരുന്നു, അതിന് മുകളിലേക്ക് വേറൊരു തിരമാല വരുന്നു എന്നുള്ള രീതിയിലും പറയാം. ഉം, കാരണം അങ്ങനെയാണല്ലോ, കടൽ ഉം, ഇങ്ങനെ തിരമാല അടിച്ചു പോകുന്നു, അപ്പുറത്ത് കൂടി വേറെ തിരമാല വരുന്നു. ഉം, അങ്ങനെ വേണമെങ്കിലും പറയാം. ഉം. ഇങ്ങനെയും പറയാലോ. എങ്ങനെ പറയാ? ഈ നിങ്ങൾ താഴത്ത് പറഞ്ഞേരി, കേക്കാം താഴത്ത് നമുക്ക്. തിര താഴത്ത് തിരമാല ഉണ്ട് എന്നും പറയാലോ. അതിലും തെറ്റില്ലല്ലോ. താഴത്തെ തിരമാല ഉണ്ടെന്ന് എങ്ങനെ? ഈ ഖുറാനിന്ന് എങ്ങനെ നിങ്ങൾ വായിച്ചർത്ഥം വെച്ചേരി? അത് അതിനു മീതെ വീണ്ടും തിരമാല. മീതെ വീണ്ടും ആയിക്കോട്ടെ. ആയിക്കോട്ടെ. ആ. അപ്പൊ ആദ്യം അടിയത്തത് എവിടെ തീരുമാനിക്കണ്ടേ? ആദ്യത്തെ തിരമാല തിരമാല എവിടെയുള്ളത് അത് പറയും. തിരമാല കടലിനെ പൊതിയുന്നു. തിരമാല കടലിനെ പൊതിയുന്നു. അപ്പൊ അടിയിൽ തിരമാല ഉണ്ട് അല്ല, എന്ന് തിരമാല സങ്കല്പിക്കും. കടലിനെ പൊതിയുന്നു. അപ്പൊ ആ അടിയിൽ തിരമാല ഉണ്ട് ഈ ഓൾറെഡി. ഞാൻ പറയട്ടെ. ഒരു മിനിറ്റ്. പറഞ്ഞോളൂ. അടിയിൽ തിരമാല ഉണ്ടെന്ന് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? തിരമാല കടലിനെ പൊതിയുന്നു. കടലിനെ പൊതിയുന്നു. ആ അപ്പൊ സ്വാഭാവികമായിട്ട് കടലിനെ തിരമാല പൊതിഞ്ഞു. പൊതിഞ്ഞു. ആ അപ്പൊ കടലിന്റെ അടിയിൽ തിരമാല ഉണ്ട് എന്ന് നിങ്ങൾ കടലിന്റെ സങ്കല്പിക്കും. അടിയിൽ പൊതിയേ? നിങ്ങൾ സങ്കല്പിക്കും. നിങ്ങൾ ഞാൻ പൊതിയുന്ന പറയട്ടെ. അടിയിൽ എവിടെ തിരമാല വേറെ? അടിയിൽ ഒരു തിരമാല ഉണ്ട് എന്ന് നിങ്ങൾ സങ്കല്പിച്ചു ഞാൻ പറഞ്ഞത് കഴിഞ്ഞാൽ ആദ്യത്തെ ബഹറുൽ ലുജ്ജി എന്ന് പറഞ്ഞ ഒന്നാമത്തെ കേസ് നിങ്ങൾ ഉം, മനസ്സിലാക്കേണ്ടത് അത് ആഴക്കടൽ ആണ്. ഉം, ആഴക്കടൽ മത്സ്യബന്ധനം നിങ്ങൾ കേട്ടിട്ടില്ലേ? ഉം. അത് ഒരു ബോട്ടിന് പോയിട്ട് മറ്റേ താഴത്തേക്ക് പോലെ കടലിന്റെ താഴത്ത് പോയി മീൻ പിടിക്കുന്നതിന് ആഴക്കടൽ മത്സ്യബന്ധനം എന്ന് പറയാം. അല്ലല്ല. ആഴവും പരപ്പുള്ള വലിയ കടലിലേക്ക് പോകുന്നതിനല്ലേ ആഴക്കടൽ എന്ന് പറയാം. ഉം. അത്ര തന്നെ ഉള്ളു ബഹറുൽ ലുജ്ജി. അപ്പൊ ഇവിടെ എന്താ വെച്ചാലേ, ഉം. ഇവിടെ ആഴക്കടലിൽ ഇരുട്ടുകൾ പോലെ ആകുന്നു പറയുന്നതിന്റെ അർത്ഥം നിങ്ങൾ പറഞ്ഞ ആഴക്കടലല്ല. ഞാൻ ഇവിടെ പറഞ്ഞ ആഴക്കടൽ അല്ല എന്ന് വേറെ ആ ഏതെങ്കിലും തഫ്സീറിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞോളി. തഫ്സീറിന്റെ ആവശ്യമില്ലല്ലോ. നിങ്ങൾ വിശദീകരണമാണല്ലോ, വേണല്ലോ.
ഖുർആൻ വിശദീകരിക്കേണ്ട ഓക്കെ, ആളാരാ? നിങ്ങള് വിശദീകരണം നമുക്ക് എടുക്കാം. അല്ല, ഞാൻ പക്ഷേ വിശദീകരിക്കണ നിങ്ങൾ എടുക്കണ്ട. അല്ല നിങ്ങള് തിരമാല കടലിനെ പൊതിയുന്നു. കടലിനെ തിരമാല പൊതിയുന്നതിനെ കുറിച്ച് ഖുറൈശികളോട് ഉപമ പറഞ്ഞു കൊടുക്കാണ്. അപ്പൊ ഖുറൈശികൾക്ക് അറിയണ തിരമാലയാണല്ലോ അത്, അല്ലേ? അതായത് ഉപമയാണ്. ഉപമ. നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവാത്തോണ്ട് നിങ്ങൾക്ക് ഒരു ഉദാഹരണം പറഞ്ഞു തരാണ്. അപ്പോ ഖുറൈശികള് അന്നത്തെ കാലത്തെ മനുഷ്യന്മാരോട് പറയാണ്, ഉപമ പറഞ്ഞു കൊടുക്കാണ്. നിങ്ങൾ വിശ്വസിക്കാതെ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ ഉപമ എന്ന് പറഞ്ഞാല് മരുഭൂമിയിലെ മരീചിക പോലെയാണ്. നിങ്ങളവിടെ വെള്ളം ഉണ്ടെന്ന് വിചാരിച്ച് ഓടിച്ചല്ലോ, അവിടെ ഒന്നും ഉണ്ടാവില്ല. രണ്ടാമത്തെ ഉപമ, ആഴക്കടലിൽ ആഴക്കടലിൽ പെട്ടുപോയ ഒരാളെ പോലെയാണ്. എങ്ങനെയാണ് കൂരിരുട്ട് ഉണ്ടാവുന്നത്? ഈ ആഴക്കടൽ ഒന്നിനു മേലെ ഒന്നായിട്ട് തിരമാലകൾ അടിക്കുന്നു. അതായത് പ്രക്ഷുബ്ധമാണ്. അതിന് മുകളിൽ കാർമേഘം മൂടിക്കെട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനത്തെ ഒരു പ്രക്ഷുബ്ധമായ കടലിൽ അകപ്പെട്ടു പോയ ഒരു മനുഷ്യന്റെ അവസ്ഥയായിരിക്കും. ഇവിടെ ഭാഷാപരമായിട്ട്, പ്രായോഗികമായിട്ട്, ടെക്നിക്കലായിട്ട്, ഈ 3 രീതിയിലും കടലിന്റെ താഴത്തുള്ള തിരമാല ഈ ഖുർആൻ വചനത്തിലില്ല. ഈ ഒരു ആയത്തിനെ നിങ്ങൾ പറഞ്ഞ പോലെയും വ്യാഖ്യാനിക്കാം, ഞാൻ പറഞ്ഞ പോലെയും വ്യാഖ്യാനിക്കാം. നിങ്ങൾ പറഞ്ഞ പോലെ എങ്ങനെ വ്യാഖ്യാനിക്കും? പറഞ്ഞോളി. ഈ ആയത്തിന് ഞാൻ ഇതിപ്പോഴാണ് ശരിക്കും നോക്കണത്, ഞാൻ മനസ്സിലാക്കി. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളൊരു കാര്യം ചെയ്യും. ഈ കടൽ, ഈ വചനം ഉൾപ്പെടെ ഖുർആനിന്റെ അമാനുഷികത പ്രൂവ് ചെയ്യാൻ പറ്റുന്ന 2 or 3 വചനം നിങ്ങൾ സെലക്ട് ചെയ്യാം. നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ഒരു മിനിറ്റ് എന്താ പറയാ, നമ്മൾ ഒരുപാട് നീണ്ടു പോകുന്നുള്ളതുകൊണ്ടാണ്. എന്നിട്ട് നിങ്ങൾ എന്നെ ഒന്നുകൂടി വിളിക്കും. ഇതിന്റെ തുടർച്ചയായിട്ട്, അതായത് ഇതും കൂടി ചേർത്ത് നമുക്ക് അപ്പോ ആ സാധനം ഇടാം. ഇപ്പത്തെ ഒരു കാര്യം കൂടെ പറയാം. ഒരു സെക്കൻഡ്. ഈ ആയത്തില് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഫുള്ള് വായിക്കട്ടെ കേട്ടോ. അല്ലെങ്കിൽ ആഴക്കടലിട്ട് പറയുന്ന ഒരു തിരമാല അതിനെ കടലിനെ പൊതിയുന്നു, അതിനു മീതെ വീണ്ടും തിരമാല, അതിനു മീതെ കാർമേഘം. അപ്പൊ ഇതിന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ഈ ആയത്ത് പറഞ്ഞിട്ടുള്ളത്. ആദ്യം അടിയിലുള്ളത്, അടിയിൽ എന്നുള്ള വാക്ക് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? അതാണ് വേണ്ടത്. അതാണ് ഇത് പറയുന്നത്. അതിനു മീതെ വീണ്ടും തിരമാല. അതിനു മീതെ വീണ്ടും എന്ന് പറഞ്ഞാൽ അടിയിലായിക്കോളെന്ന് നിർബന്ധമൊന്നുമില്ല. ടേബിളിന്റെ മുകളിൽ പുസ്തകം, അതിന്റെ മുകളിൽ വേറെയും പുസ്തകം എന്ന് പറഞ്ഞാല്, അല്ലെങ്കിൽ വലിയ ടേബിളിന്റെ മുകളിൽ പുസ്തകം, അതിന്റെ മുകളിൽ വീണ്ടും പുസ്തകം എന്ന് പറഞ്ഞാൽ അത് പിന്നെ എന്താ പറയാ, ആ ടേബിളിന്റെ അടിയിൽ ഒരു പുസ്തകം ഉണ്ടെന്ന് സങ്കല്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെയല്ലല്ലോ ഇത് പറഞ്ഞിരിക്കുന്നത്. പിന്നെ എങ്ങനെ പറഞ്ഞത്? തിരമാല അതിനെ പൊതിയുന്നു. പറഞ്ഞാൽ എന്തിനെ പൊതിയുന്നു? കടലിനെ പൊതിയുന്നു. കടലിനെ എന്ത് കൂടെ പൊതിയാന്ന് പറഞ്ഞാൽ സർഫസ് കൂടെ പൊതിയാൻ പറ്റുള്ളൂ, മോളിൽ കൂടെ പറ്റുള്ളൂ? മോളിൽ കൂടി പൊതിയുന്നു. ഇടയിൽ കൂടി പൊതിയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ പിന്നെ പൊതിയുന്ന എവിടെയാണ്? തിരമാല എവിടെ? അപ്പൊ ആദ്യം പറഞ്ഞ പൊതിയുന്ന തിരമാല എവിടെ ഉള്ളതാണ്? ഉപരിതലത്തിലുള്ള തിരമാലയാണ്, അല്ലേ? അതെ നിങ്ങൾ പറഞ്ഞതുപോലെ പറയുമ്പോ, പക്ഷെ ഈ തിരമാല അതിനെ പൊതിയുന്നു എന്ന് പറഞ്ഞാൽ, കടലിനെ പൊതിയുന്നു എന്ന് പറഞ്ഞാൽ, പൊതിയുന്നത് ഉപരിതലത്തിൽ കൂടെയാണ്. അല്ല ഇടയിൽ കൂടെ പൊതിയാൻ പറ്റുമോ? അല്ല. അതെന്താ വെച്ചാല് ഇത് ആഴക്കടലിലെ എന്താണ്? ആയിക്കോട്ടെ, ആഴക്കടലിനെ പൊതിയുന്ന തിരമാലയാണല്ലോ. രണ്ട് സ്ഥലത്താണ് ഓപ്ഷൻ ഉള്ളൂ. ഒന്ന് ഈ കടലിന്റെ ഏറ്റവും അടിയിലെ ലെയർ, അതായത് വെള്ളം കഴിയുന്നിടത്ത് ആ നിലത്ത് കൂടി പൊതിയണം. അല്ലെങ്കിൽ ഏറ്റവും മുകളില് വെള്ളത്തിന്റെ ഉപരിതലത്തിൽ കൂടി പൊതിയണം. വെള്ളത്തിന്റെ ഈ അടിയില് കടലിനെന്ന് പറയുന്നുണ്ട്, ശ്രദ്ധിക്കണം. കടലിനെന്ന് പറയുമ്പോൾ വെള്ളത്തിന്റെ മുകളിലൂടെ കടലിനെ പൊതിഞ്ഞാൽ പൂർത്തിയാക്കട്ടെ. കടലിനെ വെള്ളത്തിന്റെ അടിയിലൂടെ തിരമാലകൾ പൊതിയുന്നു, അതിനു മീതെ വീണ്ടും തിരമാല പൊതിയുന്നു, അതിനു മുകളിൽ കാർമേഘം. ഇത് സ്റ്റെപ്പ് 1, 2, 3. ആയിക്കോട്ടെ, നമ്മൾ ചോദിക്കണ ആദ്യത്തെ തിരമാല എവിടെയാണ്? അതാണ് ചോദ്യം. ആദ്യത്തെ തിരമാല മേഘത്തിന്റെയും മുകളിലെ തിരമാലയുടെയും അടിയിലുള്ള തിരമാല. ആ തിരമാല എവിടെയാണ്? അതാണ് ചോദിക്കുന്നത്. അത് മുകളിലുള്ള തിരമാലയുടെ താഴെയുള്ള. മുകളിലുള്ള തിരമാലയുടെ താഴെ എവിടെ? അതുണ്ട്. എവിടെ? കടലില്. ആ തിരമാലയാണ് കടലിനെ പൊതിയണത്. ഒന്നാമത്തെ തിരമാലയല്ലേ കടലിനെ പൊതിയുന്നത്? തിരമാലയാണ് കടലിനെ പൊതിയുന്നത്. ആ തിരമാല എവിടെയാണ്? ആ തിരമാലയാണ് കടലിന്റെ രണ്ടാം നടുവിലുള്ള തിരമാലയുടെ താഴെയുള്ള തിരമാല. ഒന്നാമത്തെ തിരമാല യഗ്ഷാഹു മൗജുൻ ഇല്ലേ?
ആ മൗജ് ഏതാണ്? ഞങ്ങൾക്ക് പറഞ്ഞില്ലേ, ആ 1, ഏതാണ്? 2, 3 ഈ ഇതിൽ പറയുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് പറയുന്നത്. അതിന് ശ്രദ്ധിച്ചില്ല ആദ്യം നിങ്ങൾക്ക് ഒന്നാമത്തെ മനസ്സിലാവും. പറയും, രണ്ടാമത്തെ അവിടെ ഇല്ലല്ലോ. രണ്ടാമത്തെ നമുക്ക് പിന്നെ പറയാം. ആദ്യം നിങ്ങൾ ഒന്നാമത്തെ തീരുമാനാക്കുക. ഒന്നാമത്തെ മൗജ് എവിടെയാണ്? ഒന്നാമത്തെ തിരമാല അതിനെ കടലിനെ പൊതിയുന്നു. അതിനെ കടലിനെ പൊതിയുന്നു. ആ തിരമാല എവിടെയെന്ന് കൃത്യമായിട്ട് മാർക്ക് ചെയ്യണം. ആ തിരമാല കടലിന്റെ രണ്ടാമത്തെ തിരമാലന്റെ താഴെ ഒന്നാമത്തെ തിരമാല. എവിടെയാ അത്? അത് കടലിന്റെ ആഴിയിൽ താഴത്ത്. എവിടെ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങൾക്ക് കിട്ടി? അത് വായിച്ചാൽ മനസ്സിലാവൂലേ? ഇല്ല, കാരണം തിരമാല കടലിനെ പൊതിയാണ്. അതിങ്ങനെ കടലിനെ പൊതിഞ്ഞ തിരമാല നിങ്ങൾക്ക് പറഞ്ഞാൽ അതിന്റെ മുകളിലുള്ള നിങ്ങൾക്കത് തിരമാലയാണ് ശരിക്കും ഒന്നാമത്തെ തിരമാല. നിങ്ങള് ഇതെന്താ അറിയോ? ഞാൻ ശരിക്കും മനസ്സിലാക്കി തരാം. നിങ്ങൾ ഞാൻ പറഞ്ഞോളി. മനസ്സിലാക്കി തരാം. ആ 1 എന്ന് പറഞ്ഞ തിരമാല കടലിന്റെ വെള്ളത്തിന് മുകളിലുള്ള തിരമാല. ആ തിരമാലന്റെ മുകളിൽ വീണ്ടും തിരമാല ഉണ്ട് എന്നാണ് ഖുർആൻ പറയുന്നത്. അങ്ങനെ തന്നെ പറഞ്ഞത്. ആ ആ വെള്ളത്തിന്റെ മുകളിൽ തിരമാല, എന്തുള്ളത്? ഉപരിതല തിരമാല, അതിന് മുകളിലേക്ക് അടിച്ചു കയറുന്ന പ്രക്ഷുബ്ധമായ കടലിലെ മറ്റു തിരമാലകൾ. അത്രേ ഉള്ളൂ. അത് എവിടെ തെളിയിക്കണു? അത്രേ ഉള്ളൂ. അതിൽ എഴുതിയിട്ട് അതിന്റെ വചനത്തിന്റെ അർത്ഥം അതാണ്. അതെങ്ങനെ ശരിയാവണു? അങ്ങനെ എഴുതാന്നുണ്ടെങ്കിൽ മറ്റൊരു തിരമാല എന്താണ്, അതെങ്ങനെ ശരിയാവണു? അതാണ് എഴുതിയത്, അതാണ്. അതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? പക്ഷെ എഴുതിയത് അങ്ങനെ അല്ലല്ലോ. അതേ ശരിയാവുള്ളൂ സുഹൃത്തെ. ഒന്നാമത്തത് അത് മാത്രമേ ശരിയാവുള്ളൂ. ഈ വിഷയത്തിൽ ഞാൻ എം അക്ബറിനോട് അവര് ഈ സംവാദം കഴിഞ്ഞിട്ട് ചോദ്യം ചോദിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. അവിടെ പോയിട്ട് ഞാൻ ചോദ്യം ചോദിച്ചു. അപ്പൊ എവിടെയാണ് ഈ അണ്ടർ വാട്ടർ വേവ്സിനെ കുറിച്ച്, കടലിന്റെ ആഴിയിലുള്ള ഇരുട്ടിനെ പൊതിയുന്ന തിരമാലയെ കുറിച്ച് പരാമർശമുള്ളത്? അപ്പൊ എന്നോട് പറഞ്ഞു ഖുർത്തുബിയിൽ ഉണ്ട് പറഞ്ഞു. കടലിന്റെ പറയട്ടെ, ഞാൻ പറയട്ടെ, കംപ്ലീറ്റ് ചെയ്യട്ടെ. തിരമാല പറയണില്ല, ഈ ആയത്തിൽ പറയണില്ല. എങ്ങനെ? ഈ ആയത്തില് കടലിന്റെ ആഴക്കടലിൽ ഇരുട്ടുകളിന്റെ അവിടെയാണ് തിരമാല എന്ന് പറയുന്നില്ല. പറയട്ടെ സുഹൃത്തെ. ആഴക്കടലിനെ ഇരുട്ടിനെ പൊതിയുന്ന തിരമാല, ഇനിയിപ്പോ ആഴക്കടലിന് അകത്തുള്ള തിരമാല, ഇതെവിടെയാ ഉള്ളതെന്ന് ചോദിച്ചു. ഏത് പണ്ഡിതന്മാരാണ്? ഞാൻ പറയട്ടെ സുഹൃത്തെ, ഞാൻ പറയട്ടെ. അപ്പൊ പുള്ളി എന്നോട് പറഞ്ഞത് ഖുർത്തുബിയിലൊക്കെ ഉണ്ട് എന്ന്. ഞാൻ ഖുർത്തുബി എടുത്ത് പരിശോധിച്ചു. ഖുർത്തുബിയിൽ കൃത്യമായിട്ട് ഈ ആയത്ത് വിശദീകരിച്ചിട്ടുണ്ട്. എങ്ങനെ? പ്രക്ഷുബ്ധമായ കടല്, തിരമാല ഒന്നിനു പിറകെ ഒന്നായി മറ്റേ തിരമാലയുടെ മുകളിൽ അടിച്ചു കയറാണ്. അതാണ് ഖുർആൻ പറയുന്നത്. ശരി, അതാണ് ഖുർആൻ പറഞ്ഞത്. അതാണ് സകല മുഫസ്സിറുകൾ എഴുതിയിട്ടുള്ളത്. ഒന്ന്. രണ്ടാമത്തെ പോയിന്റ്. ഇനി രണ്ടാമത്തെ ശാസ്ത്ര അബദ്ധം എന്ന് പറയുന്നത്, നിങ്ങൾ ഈ പറയുന്നത് പോലത്തെ ഒരു തിരമാല കടലിന്റെ അടിയിൽ ഇല്ല. അണ്ടർ വാട്ടർ വേവ്സ് എന്ന് പറയുന്ന സാധനം, ഇന്റേണൽ വേവ്സ് എന്ന് പറയുന്നത് സമുദ്രത്തിന്റെ പുറത്ത് കാണുന്നത് പോലെ ഉണ്ടാവുന്ന തിരമാലകളേ അല്ല. സമുദ്രത്തിന്റെ മുകൾ ഭാഗത്തുള്ള തിരമാലകൾ എന്ന് പറയുമ്പോ അടിയിലുള്ള തിരമാല എന്ന് പറയുന്നത് വേവ് ആയിട്ടാണ് വരിക. ഒരു വേവ് പോലെ ആയിരിക്കും വരിക. അതിനാണ് തിരമാല എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ല, അങ്ങനല്ലേ? അതെ, അതെ. അത് ശാസ്ത്രം ഉണ്ട് എന്നാണ് ശാസ്ത്രം പറയണത്. അതെ, അത് നിങ്ങൾ പറഞ്ഞ പോലത്തെ തിരമാല അല്ലാന്ന്. പിന്നെന്താ? മൗജ് എന്ന് പറഞ്ഞ എന്താ? എന്താണ് നിങ്ങൾ പറയും? തിരമാല. നിങ്ങൾ പറയല്ല എന്താന്ന്? അറബിയല്ലേ കൊടുക്കുന്നില്ലേ? അറബി മലയാളം 6ാം ക്ലാസ്. അറബിന്റെ തർജ്ജിമ എനിക്ക് വലിയ പിടുത്തല്ല. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അറിയുള്ളൂ. അപ്പൊ നിങ്ങൾ അതൊക്കെ അറിയണം. മൗജ് എന്ന് പറഞ്ഞാൽ എന്താ? തിരമാലയാണ്. അപ്പൊ കടലിന്റെ അടിയിൽ ഈ പറഞ്ഞ തിരമാല ഇല്ല. അത് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയാലോ? നിങ്ങൾ ചോദിക്കോളി. നേരെ നോക്കിയാ പറഞ്ഞോളൂ കേട്ടോ. നേരെ നോക്കിയാ പറഞ്ഞോളൂ. അപ്പൊ കട്ട് ചെയ്യാം. ഇത് ഈ വാക്കർത്ഥം വെച്ചിട്ടുള്ള കളിയാണ്. നമ്മളെന്താ വെച്ചാല് അള്ളാഹുവിൽ വിശ്വാസം. ഇനി മൗജ് എന്നുള്ളതിന്, വേവ് എന്നുള്ളതിന്, ഇപ്പൊ ഇന്റേണൽ വേവ്സിന് അറബിയില് അംവാജുൽ ദാഖിലിയ എന്ന് അങ്ങനെ എന്തോന്നാണ് പറയാ. അത് വെച്ചിട്ടാണ് ഈ ഉഡായിപ്പൊക്കെ ഒപ്പിച്ചാണ്ട് വരുന്നത്. ഞാൻ ഇതില് ശാസ്ത്രം പറയുന്നതിനെ പറ്റി പറയാം. കടലിന്റെ ഉപരിതലത്തിൽ നമ്മൾ കാണുന്ന തിരമാലകളെ പോലെ തന്നെ കടലിന്റെ ആഴങ്ങളിൽ രൂപപ്പെടുന്ന വലിപ്പമേറിയ തിരമാലകളുണ്ട്. ഓക്കെ. ശാസ്ത്ര ലോകത്ത് ഇവ ആന്തരിക തിരമാലകൾ, ഇന്റേണൽ വേവ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഉപരിതലത്തിലെ തിരമാലകളെക്കാൾ എത്രയോ മടങ്ങ് വലിപ്പവും ശക്തിയും ഉള്ളവയാണ് കടലിനടിയിലെ ഈ പ്രതിഭാസം. ഇവക്ക് പിന്നിലെ ശാസ്ത്രം കാരണങ്ങൾ താഴെ പറയുന്നുണ്ട്. കാരണങ്ങൾ എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പൊ
ഇവ ഉണ്ടാകാനുള്ള പ്രധാന കാര്യങ്ങൾ അതും എന്തിലായിക്കോട്ടെ. അല്ല ആയിക്കോട്ടെ, എന്തേലും ആയിക്കോട്ടെ. നമുക്ക് ആകെ വേണ്ടത് എന്തറിയോ? ഈ സംഭവം അണ്ടർ വാട്ടർ വേവ്സ് എന്ന് അത്ഭുതമാണെന്നുള്ള പറയുന്ന രീതിയിലാണ്. സാധനം ഖുർആൻ ഉം. ആയത്തുനിന്ന് ഉം. കടലിന്റെ അടിയിലെ തിരമാല ഉണ്ടാക്കി തന്നാ മതി. പ്രശ്നം അവിടെ തീരൂലേ? ഈ സാധനം, ഈ തിരമാല കടലിന്റെ അടിത്തട്ടിലുള്ള അണ്ടർ വാട്ടർ വേവ്സിനെ കുറിച്ചാണ് എന്നതിന് എന്ന് അതാണ് നിങ്ങൾക്ക് തെളിയേണ്ടത്. അതാണ് അത് അത്രേ തെളിയേണ്ടത്. ഉള്ളൂ. ആ അതെ, അത്രേ ഉള്ളൂ. അത്രേ അത് ഉള്ളൂ. നിസ്സാരമായിട്ട് ഞാൻ പറഞ്ഞുതരാം. അത് വളരെ പറഞ്ഞു. എളുപ്പം. അത് ഈ ഉം, ആയത്തിൽ തന്നെ പറയുന്നുണ്ട്. ഉം. തിരമാല അതിനെ പൊതിയുന്നു. ഞാൻ ഏതിനെ മുഴുവൻ പൊതിയുന്നു? വായിക്കട്ടെ. ആ. ഏതിനെ പൊതിയുന്നു? അതിനെ പൊതിയുന്നു. ഏതിനെ അതിന് പൊതിയുന്നു? കടലിനെ പൊതിയുന്നു. അണ്ടർ വാട്ടർ അത് വേവ്സ്, ഒരു മിനിറ്റ്. അണ്ടർ വാട്ടർ വേവ്സ് ഏത് ഉം. ഭാഗത്താണ് ഉണ്ടാവുന്നത്? അണ്ടർ വാട്ടർ വേവ്സ്, ഇന്റേണൽ വേവ്സ് ഉണ്ടാവുന്നത് ഇന്റർണൽ വേവ്സ് കടലിന് താഴെ. എവിടെയാണ്? കടലിന് താഴെ. താഴെയാണോ ഇടയിലാണോ കടലിനകത്താണോ? ഇടയിൽ. ഇടയിലൂടെ പൊതിയൂലല്ലോ. ഇത് നിങ്ങൾക്ക് ഞാൻ മലയാളത്തിൽ ആദ്യം പറഞ്ഞു. പൊതിയാണെങ്കിൽ ഇടയിൽ ഒന്നുകിൽ ഏറ്റവും താഴത്തു കൂടെ ആയിരിക്കണം, അല്ലെങ്കിൽ മോളിൽ കൂടെ ആയിരിക്കണം, അല്ലേ? ഈ പൊതിയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നോട്ട് ആ പുസ്തകത്തിന്റെ ഇടയിൽ നിങ്ങൾ പേപ്പർ വെക്കണേനെ പൊതിഞ്ഞ പേപ്പർ എന്ന് പറയില്ലല്ലോ. മുകളിലത്തെ ചട്ടയും താഴത്തെ ചട്ടിയിലേ ഉണ്ടാവുള്ളൂ പൊതിഞ്ഞ പേപ്പർ, അല്ലേ? അതാണ് നോട്ട് പുസ്തകത്തിന്റെ പൊതിയ എന്ന് പറഞ്ഞാൽ. പൊതിയ. ഓക്കെ. അതിന്റെ അത് ഇടയിൽ ആ നമ്മൾ പൊതിയണ കണ്ടു. പേപ്പർ ഇടയിൽ ഒരു പീസ് വെച്ചാല് ആ നോട്ട് പുസ്തകത്തിന്റെ പൊതിഞ്ഞ പേപ്പർ ആവുമോ? ആവൂല. ആവൂല. അത്രേ ഉള്ളൂ. ഇനി ഇതിലും സിമ്പിൾ ആയിട്ടൊക്കെ എങ്ങനെ നിങ്ങൾക്ക് അത് പറഞ്ഞുതരാം? നിങ്ങൾ പറഞ്ഞത് ഉദാഹരണമാണ്. ആ, ഈ ഈ ആയത്തിൽ ഖുർആാനും ഉദാഹരണമാണ്. ഈ ഈ ആയത്തിൽ ഖുർആൻ ഇതിപ്പോ ഞാൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു ഉദാഹരണം പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവാനാണ്. നിങ്ങൾക്ക് ഇതേപോലെ മനസ്സിലായി. കുറേശ്യകൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു കൊടുത്ത ഒരു ഉദാഹരണമാണ് ഈ അണ്ടർ വാട്ടർ വേവ്. നമ്മൾ ഈ ഉദാഹരണം ഈ കാലഘട്ടവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ഇപ്പൊ ഞാൻ സംസാരിച്ചത്. ഓക്കെ. തിരമാല കടലിനെ പൊതിയുന്നു, അതിനു മീതെ വീണ്ടും നിങ്ങൾ അതിനു തിരമാല മീതെ അതിനെ പൊതിയുന്നു. മീതെ നിങ്ങൾ ഈ പറഞ്ഞുതരാം. പറയുന്ന തിരമാല അതിനു മീതെ കടലിന്റെ പറഞ്ഞുതരാം. ഏറ്റവും അടിത്തട്ടിലുള്ള ലെയർ ആണോ അതോ ഏറ്റവും മുകൾ തട്ടിലെ തിരമാലയാണോ? വേം പറയും. കടലിന്റെ മുകളിലുള്ള തിരമാല, അതിനു മുകളിൽ വേറൊരു തിരമാല, അതിനു മുകളിൽ കാർമേഘം. രണ്ടാമത്തെ തിരമാലയും കാർമേഘവും നിങ്ങൾ വിടിയും. അത് നമുക്ക് സംശയം, ഇപ്പൊ നിങ്ങൾക്ക് എനിക്ക് തർക്കമില്ലാത്ത വിഷയമാണല്ലോ. ആ. ആദ്യം പറഞ്ഞ മൗജ് യഗ്ഷാഹു മൗജ്, ആ മൗജ് ഏതാണ്? അത് കടലിന്റെ ഏറ്റവും അടിയിലുള്ള ഏറ്റവും അടിയിൽ അങ്ങനെ തിരമാല ഉണ്ടോ? അതാ ചോദിക്കണേ. രണ്ടാമത്തെ തിരമാലയുടെ താഴെയുള്ള തിരമാല. രണ്ടാമത്തെ തിരമാലയുടെ താഴെയുള്ള തിരമാലയാണ് ഒന്നാമത്തെ തിരമാല. സുഹൃത്തെ, ഇത് ഇവിടുന്ന് എന്താ നിങ്ങൾ തല തിരിച്ചു പറഞ്ഞു പോണത്? നമുക്ക് ഖുറാന്റെ ക്രമത്തിൽ പറയാലോ. യഗ്ഷാഹു മൗജുൻ അതേതാണ്? കടലിനെ അതിനെ പൊതിയുന്നു, തിരമാല പൊതിയുന്നു. ഏതിനെ പൊതിയുന്നു? ഒരു മിനിറ്റ്, നിങ്ങൾ ഇങ്ങനെ വെറുതെ ഇവിടെ കിടന്ന് ഉരുണ്ടിട്ട് കാര്യമില്ല. ഏതിനെ പൊതിയുന്നു? കടലിനെ പൊതിയുന്നു. കടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമുദ്രത്തെ മൊത്തത്തിലാണ് കടൽ എന്ന് പറയാം. ആ കടലായിട്ടുള്ള ഭാഗത്തെ, അല്ല പുഴകളെ പറയില്ലല്ലോ. അപ്പൊ കടലിനെ തിരമാല പൊതിയുന്നു. ഒരു മിനിറ്റ്, എവിടേക്ക് നമുക്ക് ക്ലിയർ ആക്കി ചോദിച്ചു പോവാം. പൊതിയുക എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഏറ്റവും ടോപ്പ് ലെയർ, അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും താഴത്തെ ലെയർ. നിങ്ങൾ ഈ പറഞ്ഞ അണ്ടർ വാട്ടർ വേവ്സ് എവിടെയാണ്? രണ്ടാമത്തെ തിരമാലയുടെ താഴെയാണല്ലോ വരിക. രണ്ടാമത്തെ തിരമാലയൊക്കെ വിടി. നിങ്ങൾ സയൻസിൽ പറഞ്ഞ അണ്ടർ വാട്ടർ വേവ്സ് ഉണ്ടല്ലോ, 100 മുതൽ 300 മീറ്റർ വരെ അടിയൊക്കെ ഉയരണ്ടാവുന്ന വലിയ ആന്തരിക തിരമാലകൾ ഉണ്ടാവാറുണ്ടല്ലോ, അല്ലേ? ആ തിരമാലകൾ എവിടെയാണ് ഉണ്ടാവുന്നത്? അത് രണ്ടാമത്തെ തിരമാലയുടെ താഴെ. സുഹൃത്തെ, ഖുർആനത്തെ കുറിച്ചല്ല ചോദിക്കുന്നത്, ഞാൻ സയൻസാ ചോദിച്ചത്. സയൻസ് പറഞ്ഞത് ഇന്റേണൽ വേവ്സ് ഉണ്ടാവുന്നത്. ഇന്റേണൽ വേവ്സിന്റെ പൊസിഷൻ എവിടെയാണ്? പൊസിഷനിലേക്ക് നമ്മൾ പോയിട്ടില്ല. പൊസിഷൻ വേണല്ലോ. പൊതിയാന്ന് പറയുമ്പോ പൊസിഷൻ വേണ്ടേ? നമ്മള് എന്താ വെച്ചാല് കൂടുതലായിട്ട് ആഴത്തിലേക്ക് പോകേണ്ട കരുതിയിട്ടാണ്. അതിൽ നല്ല ആഴത്തേക്ക് പോയാലേ പൊതിയാൻ പറ്റുള്ളൂ. ഒന്നുകിൽ നമ്മൾ മുകളിൽ നിൽക്കണം, അല്ലെങ്കിൽ കടലിന്റെ അടിത്തട്ടിയിലേക്ക് പോകണം പൊതിയാണെങ്കിൽ. ഇടയിൽ തിരികെ വെക്കാനാണെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ നോട്ട് പുസ്തകത്തിന്റെ പറഞ്ഞതുപോലെ. നിങ്ങൾ പറഞ്ഞത് എന്താ വെച്ചാല്, നിങ്ങൾ പറഞ്ഞ ഉദാഹരണം തെറ്റാണ്. എവിടെയാണ് അണ്ടർ വാട്ടർ വേവ്സ്? നിങ്ങൾ പറഞ്ഞ അണ്ടർ വാട്ടർ വേവ്സ് ആണ് എന്ന് നിങ്ങൾക്ക് വാദിച്ചാൽ പോലും തെറ്റാൻ പോകുന്ന കാര്യം എവിടെയാണ്? ഒന്നുകിൽ സമുദ്രത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ, അതായത് ഉപരിതലത്തിൽ കാണുന്ന തിരമാല പോലെ സമുദ്രാടിത്തട്ടിലെ ഏറ്റവും താഴത്തെ ലെയർ തിരമാലകളായിരിക്കണം. ഏറ്റവും താഴത്തെ തട്ട് തന്നെ ആയിരിക്കണം എന്നുള്ളതിന് നിർബന്ധമാണ്. കാരണം അത് പൊതിയാണ്. ഇപ്പൊ നോട്ട് പുസ്തകം പൊതിഞ്ഞിരിക്കുന്നു. നോട്ട് പുസ്തകം, ഒരു മിനിറ്റ്, കാർബൺ പേപ്പർ കൊണ്ട് നോട്ട് പുസ്തകം പൊതിഞ്ഞിരിക്കുന്നു. അതിന്റെ മുകളിൽ വേറെയും കാർബൺ പേപ്പർ എന്ന് വെച്ചോളി. ഈ കാർബൺ പേപ്പർ, പൊതിഞ്ഞ കാർബൺ പേപ്പർ 2 സാധ്യതയുള്ളൂ.
ഉം. ഒന്നുകിൽ മുകളിലത്തെ ചട്ടയുടെ മുകളില് അല്ലെങ്കിൽ താഴത്തെ ചട്ടയുടെ താഴെ, അല്ലേ? നിങ്ങൾ മനസ്സിൽ ഒരു നോട്ട് പുസ്തകം പൊതിഞ്ഞത് സങ്കല്പിക്കുക. ഏ ഒരു ചട്ടന്റെ മുകളിൽ നോട്ട് പുസ്തകം കാർബൺ പേപ്പർ കൊണ്ട് നോട്ട് പുസ്തകം പൊതിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ നോട്ട് പുസ്തകം ആ കാർബൺ പേപ്പർ കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു. ചട്ടന്റെ അതിന്റെ മുകളിൽ പൊതിഞ്ഞിരിക്കുന്നു. വേറെയും നോട്ട് പുസ്തകം. ഒരു മിനിറ്റ്. അതിന്റെ മുകളിൽ വേറെയും നോട്ട് പുസ്തകം, വേറെയും കാർബൺ പേപ്പർ ഉണ്ട്. കാർബൺ പേപ്പർ കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു. ഈ പൊതിഞ്ഞ കാർബൺ പേപ്പർ ഈ 200 പേജ് നോട്ട് ബുക്കിന്റെ 100 പേജ് താഴെ ഇടയിൽ വേറൊരു കാർബൺ പേപ്പർ വെച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചോ, വെറുതെ. ഈ പൊതിഞ്ഞ കാർബൺ പേപ്പർ ഈ നടുവിലിരിക്കുന്ന കാർബൺ പേപ്പർ ആവുമില്ലേ? പൊതിഞ്ഞ കാർബൺ പേപ്പർ ഒന്നുകിൽ ഏറ്റവും മുകളിലത്തെ. നിങ്ങൾ പറഞ്ഞ ഉദാഹരണല്ലേ, അത് സത്യത്തിൽ എടുക്കാൻ പറ്റൂല. കാരണം എന്താ വെച്ചാൽ അതെങ്ങനെ എടുക്കുക? കാരണം എന്താ വെച്ചാല് നിങ്ങൾ ആദ്യം പറഞ്ഞ ഉദാഹരണല്ലേ, എന്ത് ഒരു നോട്ട് പുസ്തകത്തിന്റെ ചട്ട, ആ ചട്ടന്റെ മുകളിൽ ഒരു കാർബൺ പേപ്പർ വെച്ച് പൊതിയുന്നു, വീണ്ടും അതിന്റെ മുകളിൽ കാർബൺ പേപ്പർ വെച്ച് പൊതിയുന്നു. ഈ ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അപ്പൊ ഏതാണ് ചട്ട? അപ്പൊ ഏതാണ് കാർബൺ പേപ്പർ? ചട്ട എന്ന് പറയുന്നത് ഏതാണ് കാർബൺ പേപ്പർ? അതായത് ടേബിളിന്റെ രണ്ട് ഓപ്ഷൻ ഉള്ളൂ നിങ്ങൾക്ക്. ഒന്ന് നോട്ട് പുസ്തകം ടേബിളിന്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാല് മുകളിൽ വശത്ത് കാണുന്ന ചട്ടയുടെ മുകളിലൂടെ പൊതി പോയിട്ടുണ്ടാവും, പൊതിഞ്ഞ പേപ്പർ, അല്ലെ? പുസ്തകത്തെയാണ് ഉദാഹരണം. പുസ്തകത്തെയാണ്, അല്ല തിരമാലേനെയാണ് ഉദാഹരണമായിട്ട് എടുക്കുന്നത്. അല്ല, ഞാൻ ഈ ഉദാഹരണമാണ് പറയുന്നത്. തിരമാലയാണ് പ്രശ്നം, അവിടെ നോട്ട് പുസ്തകം അല്ല സംസാര വിഷയം. തിരമാലയാണല്ലോ നമ്മളെ പ്രശ്നം. അതന്നെ. അപ്പൊ എന്ന് പറഞ്ഞാൽ ഈ പേപ്പറാണ്, ഈ ബ്രൗൺ പേപ്പറാണ്. ഞാനിത് പറയാനുള്ള കാരണം എന്താ അറിയോ? നിങ്ങൾ പറയാനുള്ള കാരണമല്ല, നിങ്ങൾ ഇപ്പൊ പറഞ്ഞ ഉദാഹരണത്തിന് നിൽക്കി. അതായത് നോട്ട് പുസ്തകം പൊതിഞ്ഞു വെച്ചിരിക്കുന്നു, ബ്രൗൺ പേപ്പർ കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു, അതിന് മുകളിൽ വേറെയും ബ്രൗൺ പേപ്പർ. നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ ഉള്ളൂ. ആദ്യം പറഞ്ഞ ബ്രൗൺ പേപ്പറിൽ പുസ്തകത്തിന് പൊതിഞ്ഞ ബ്രൗൺ പേപ്പർ രണ്ട് സാധ്യതയുള്ളൂ. ഒന്നുകിൽ ഏറ്റവും ടോപ്പിലിരിക്കുന്ന ബ്രൗൺ പേപ്പർ, അല്ലെങ്കിൽ പുസ്തകത്തിന്റെ താഴ്ഭാഗത്ത് കൂടി പോകുന്ന ബ്രൗൺ പേപ്പർ. അത് മാത്രമേ പുസ്തകത്തെ പൊതിഞ്ഞ ബ്രൗൺ പേപ്പർ ആവുന്നുള്ളൂ, അല്ലേ? പുസ്തകം എന്ന് പറഞ്ഞൊരു സംഭവം അല്ലേ? പുസ്തകത്തെ പൊതിഞ്ഞ ബ്രൗൺ പേപ്പർ ഏതാ? ഒന്നാമത്തെ ബ്രൗൺ പേപ്പർ, മുകളിലോ താഴെയോ ഉള്ളത്, അല്ലേ? താഴെയുള്ള ബ്രൗൺ പേപ്പർ. ഈ പുസ്തകം എന്നതിന് കടലിലെ വെള്ളമായിട്ടും. ഇനി നിങ്ങൾ പറയണ ഈ താഴെയുള്ള ബ്രൗൺ പേപ്പറിന്റെ പൊസിഷനിലാണോ വേവ് ഉള്ളത്, ആന്തരിക തിരമാലകൾ ഉള്ളത്? ആണോ? അണ്ടർ വാട്ടർ വേവ്സിന്റെ പൊസിഷൻ എവിടെ? നിങ്ങളൊന്ന് ചോദിച്ചിട്ട് പറഞ്ഞേ. ഇതുമാരൊക്കെ ഞാൻ നിർത്താല്ലേ? ഇല്ല രണ്ട് ഇതും കൂടി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടെണ്ണാക്കി ചെയ്യേണ്ടി വരും. ഈ ഖുറാൻ വായത്ത് അതാണ് നിങ്ങളോട് നമുക്കിത് സെപ്പറേറ്റ് ചെയ്യാന്ന് പറഞ്ഞത്. കുഴപ്പമില്ല, വായിക്കാം. തിരക്കിലാണെങ്കിൽ കടലിനടിയിലെ ആന്തരിക തിരമാലകൾ സ്ഥാനം അല്ലെങ്കിൽ അവ രൂപപ്പെടുന്ന എവിടെയാണെന്ന് ശാസ്ത്രീയമായി പരിശോധിച്ചാൽ സമുദ്രത്തിന്റെ മുകൾ പരപ്പിൽ നിന്ന് വളരെ താഴെ ഉള്ളവായിക്കട്ടെ വ്യത്യസ്ത സാന്ദ്രതകളുള്ള രണ്ട് ജലപാളികൾ സന്ധിക്കുന്ന അതിർത്തിയിലാണ് ഇവ ഉണ്ടാകുന്നത്. സമുദ്രത്തിലെ വ്യത്യസ്ത താപനിലകളുള്ള എത്ര മീറ്റർ സാന്ദ്രതയുള്ള സമുദ്രത്തിലെ ഇവയുടെ സ്ഥാനം മനസ്സിലാക്കാൻ താഴെ പറയുന്ന ഘടകങ്ങൾ സഹായിക്കും. പൈക്ലോക്ലിൻ പാളികൾ. കടലിലെ വെള്ളം ഒരേ സാന്ദ്രതയിലല്ല ഡെൻസിറ്റി കിടക്കുന്നത്. ഉപരിതല പാളി സൂര്യപ്രകാശം നേരിട്ട് അടിക്കുന്നതിനാൽ ചൂടുള്ളതും മഴയും പുഴകളും കാരണം ലവശാനം സാൾട്ട് കുറഞ്ഞതുമായ വെള്ളമാണ് ഇത്. അല്ല, ഇത് ഏകദേശം ഇതിന്റെ ഒരു ഏകദേശ പൊസിഷൻ പിന്നെ ആഴം ചോദിക്കുക, എത്ര ആഴത്തിലാണെന്ന്. ഉപരിതലത്തിൽ നിന്നും ഏകദേശം 100 മുതൽ 300 മീറ്റർ വരെ ആഴത്തിലാണ് സാധാരണയായി ഈ പാളികൾ. പരമാവധി നിങ്ങൾ 500 മുതൽ 1000 വരെ മീറ്റർ എടുത്തോളി. അല്ല, ഇതിൽ പറഞ്ഞെടുത്താൽ മതിയല്ലോ. അല്ല, 500 മുതൽ 1000 മീറ്റർ വരെ താഴത്തിൽ ഉണ്ടാവുന്ന ഒരു പ്രതിഭാസമാണ് അണ്ടർ വാട്ടർ വേവ്സ്. പരമാവധി എന്ന് പറഞ്ഞാൽ 1 കിലോമീറ്റർ താഴെ. ആയിക്കോട്ടെ, ഇതാണോ? ഒരു മിനിറ്റ്, ഈ തിരമാലകൾ കടലിനെ പൊതിയുന്ന തിരമാലയിൽ പെടുമില്ലേ? നിങ്ങൾ മാത്രം പറഞ്ഞത്. കടലിനെ പൊതിയുന്ന തിരമാല പെടാതിരിക്കുവോ? എങ്ങനെ? ഈ
തിരമാല കടലിനെ പൊതിയുന്നു. നോട്ട് പുസ്തകം ടേബിളിന്റെ മുകളിൽ ഇരിക്കുന്ന ബ്രൗൺ പേപ്പറിൽ പൊതിഞ്ഞ നോട്ട് പുസ്തകം, അതിന്റെ പുസ്തകം. അടിയിൽ ഇരിക്കുന്ന ബ്രൗൺ പേപ്പർ പീസും, ഏതാണിത് ഈ തിരമാല? ഈ തിരമാല എന്ന് പറഞ്ഞ് നോട്ട് പുസ്തകം അത് ഒന്നാമത്തെ തിരമാലയുടെ താഴെയുള്ള വെള്ളത്തെ സങ്കല്പിക്കാം. ഈ ഒന്നാമത്തെ തിരമാലയുടെ താഴെയുള്ള വെള്ളക്കാട് പിടി. നിങ്ങൾ ഖുറാൻ പറഞ്ഞ ക്രമത്തിൽ നിങ്ങൾ ഈ അക്ബർ ആയത്ത് മുറിച്ചു വെച്ച പോലെ മുറിച്ചു വെക്കല്ലേ? ഞാൻ അബദ്ധത്തിൽ കണ്ടതാണ്. ഞാൻ മുജാഹിദീങ്ങളൊന്നും കേൾക്കാൻ പോക്കില്ല. നിങ്ങൾ ഈ മുജാഹിദുകൾ പറഞ്ഞ അബദ്ധങ്ങളും ആന മണ്ടത്തരം പറഞ്ഞു വെറുതെ ഇസ്ലാമിനെ നാറ്റിക്കണം. അല്ല, അതല്ല. പക്ഷെ ഓലെ ഈ ആശയമായിട്ട് നമുക്ക് ഓലുമായിട്ട് എന്തില്ല, തെറ്റില്ല. ഓലുമായ വിഷയം വേറെയാണ്. നിങ്ങൾ ഓലോട് തെറ്റിയാലും കെട്ടിപ്പിടിച്ചാലും നമുക്ക് കുഴപ്പമില്ല. നിങ്ങൾ പറഞ്ഞ പോയിന്റ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ 200 മുതൽ 100 മുതൽ 300 മീറ്റർ. ഞാൻ പറഞ്ഞ 500 മുതൽ 1000 മീറ്റർ എന്ന് പറഞ്ഞാൽ 1 കിലോമീറ്ററിനെ അർത്ഥമുള്ളൂ. കടലിന്റെ ആഴം എത്രയാണ്? കടലിന്റെ ആഴം എണ്ണി കണക്കാക്കിയിട്ടില്ല. എണ്ണി കണക്കാക്കുക മീൻസ് ഏകദേശം കണക്കൊക്കെ എല്ലാവർക്കും ഉണ്ട്. ഞാൻ ചോദിക്കുന്നത് ഈ പൊതിയുന്ന തിരമാല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉള്ളൂ. ഒന്ന് ഈ ഉപരിതലത്തിലുള്ള തിരമാല, അല്ലെങ്കിൽ കടലിന്റെ അടിത്തട്ടിൽ ഏറ്റവും താഴത്തെ ലെയറിലുള്ള. ഒരു മിനിറ്റ്, അവിടെ നിങ്ങൾക്ക് പ്രശ്നം പറ്റണതേ നിങ്ങൾ ഈ കടലിന്റെ അടിയിലേക്ക് സുഹൃത്തെ, നിങ്ങൾ പൊതിയാന്ന് പറഞ്ഞ എന്താ? ഈ കടലിന്റെ പൊതിയാണെങ്കിൽ ആദ്യം വെള്ളമാണ്. വെള്ളം ഉണ്ടെങ്കിലേ അവിടെ കടലാവുള്ളൂ. ആ വെള്ളമല്ല കടലിന് ഒരു തിരമാല വന്ന് പൊതിയുമ്പോഴേ അത് തിരമാല എന്ന് പറയാൻ പറ്റുള്ളൂ. ഞാൻ ചോദിക്കുന്നത് പൊതിയുക എന്ന് പറഞ്ഞ എന്താ സാധനം? പൊതിയുക എന്ന് പറയുമ്പോൾ തിരമാല വന്ന് അടിക്കുക, പുറകിൽ നിന്നും തിരമാല വന്നിട്ട് വെള്ളത്തിൽ പൊതിയാന്ന് പറഞ്ഞാൽ വന്ന് അടിക്കാന്നാണോ? തിരമാല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെള്ളത്തിന് മുകളിലൂടെ പുറകിൽ നിന്നും വെള്ളത്തിന്റെ മുകളിലൂടെ, ഇടയിലൂടെ അല്ല, സഞ്ചരിക്കുക. ഇടയിലൂടെ അല്ല, മുകളിലൂടെ. മുകളിലൂടെ കടലിന്റെ ഇടയിലുള്ളത് മുകളിലൂടെ അല്ല, ഇടയിലൂടെയാണ്. ഇടയിലൂടെ തന്നെയാണല്ലോ ശാസ്ത്രം അല്ല, എൻവലപ്പാണ് എന്ന് പറഞ്ഞ കവർ എന്നാണ്. മുകളിൽ ഏറ്റവും ടോപ്പിലും തിരമാലയെ പറ്റിയിട്ടാണ് പറയണത് സുഹൃത്തെ. അത് ഏറ്റവും ടോപ്പിലെ തിരമാലയെ പറ്റിയിട്ടാണ് പറയണത്. ഏറ്റവും ടോപ്പിലെ മാത്രമേ സുഹൃത്തെ യഗ്ഷാഹു മൗജ് എന്ന് പറയുള്ളൂ. അതിന് തിരമാല അതിനെ പൊതിയുന്നു, അതെവിടെ പറയുന്നു? ഏറ്റവും ടോപ്പിലുള്ളതിനെയാണ് അങ്ങനെ പറയുന്നു. യഗ്ഷാഹു മൗജുൻ എന്ന് പറഞ്ഞ ബഹറുൽ ലുജ്ജിനെ തിരമാല പൊതിയുന്നു, അത്രേ ഉള്ളൂ. അതിന് വെറുതെ കടന്ന് നമ്മൾ ഒരു കൊല്ലം കടന്ന് ഉരുണ്ടാലും അത് അണ്ടർ വാട്ടർ വേവ്സ് ആവില്ലല്ലോ. പ്രക്ഷുബ്ധമായ കടൽ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അണ്ടർ വാട്ടർ വേവ്സ് ആവുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയോ? അണ്ടർ വാട്ടർ വേവ്സ് ആവണമെങ്കിൽ അതിന് അറബിയിൽ വാക്കുണ്ടേ. എന്താ കഥ? അതിനു മീതെ കാർമേഘം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കാർമേഘം എന്ന് പറയുമ്പോ അംവാജു ദാഖിലിയ എന്നാണ് അണ്ടർ വാട്ടർ വേവ്സിന് പറയാം, ഇന്റേണൽ വേവ്സിന് പറയാ, ഉള്ളിലുള്ളത്. അങ്ങനെ ഇല്ലല്ലോ ഇവിടെ. അതിനാണ് കാർമേഘത്തെ പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ അംവാജു ദാഖിലിയ എന്ന് പറഞ്ഞിട്ട് അതിന്റെ മുകളില് പിന്നെ വേറെ പിന്നെ എന്താ പറയാ മൗജ് ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ മനസ്സിലായി. മൗജ് എന്ന് പറഞ്ഞാല് മൗജ് പറഞ്ഞ തിരമാല, അപ്പൊ അംവാജ് പറഞ്ഞ തിരമാലകൾ എന്നുള്ളൂ. ഞാൻ പറഞ്ഞത് മൗജുദ് ദാഖിലിയ ഉണ്ട്, അതിന്റെ മുകളിൽ വേറെ മൗജ് ഉണ്ട്, അതിന്റെ മുകളിൽ സബാഹ് ഉണ്ട് പറഞ്ഞാൽ മനസ്സിലാവും. അംവാജ് പറഞ്ഞാൽ തിരമാലകളാണ്, മൗജ് പറഞ്ഞ തിരമാലയാണ്. തിരമാല പൊതിയുന്ന തിരമാല, കടലിനെ പൊതിയുന്ന തിരമാല പറഞ്ഞ മുകളത്തെ തിരമാലയാണ്. അതിനുള്ളിലേക്ക് മടക്കി വെക്കാൻ പറ്റൂല, അത്രേ ഉള്ളൂ ഞാൻ പറഞ്ഞത്. പക്ഷെ നിങ്ങൾ പറഞ്ഞത് ഓക്കെ, അത് നിങ്ങൾ പറ്റൂല നിങ്ങൾക്ക് പറയാം. പറ്റൂല എന്ന് പറഞ്ഞാൽ ഇല്ലാന്നാണ് പറഞ്ഞത്. നിങ്ങൾ പറയണ ഈ ഉള്ളിത്തെ തിരമാല എന്ന് പറഞ്ഞ സാധനം ഈ ഖുർആൻ വചനത്തിലോ അതിന്റെ വിശദീകരണത്തിലോ ഇല്ല, അത്ര ഞാൻ പറഞ്ഞോളൂ. പക്ഷെ അത് അങ്ങനെയാണ് എന്നതിന് തെളിവാണ്. അതിന് മുകളിൽ തെളിവല്ല വേണ്ടത്, അത് അങ്ങനെയാണെന്നുള്ളതിന് നിങ്ങൾക്ക് തെളിവല്ല വേണ്ടത്. ഖുർആനിൽ വചനാണ് വേണ്ടത്, വചനം ഇല്ല, വചനത്തിന് വിശദീകരണമില്ല. മുഹമ്മദ് നബി അങ്ങനെ മനസ്സിലായി. ഒരു മിനിറ്റ്, നിങ്ങൾക്ക് പറഞ്ഞുതരാം. ലി തുബശ്ശിറ എന്താ ലി തുബയ്യന ലിന്നാസ് എന്നാണ് ഖുർആനെ കുറിച്ച് അള്ളാഹ് പറഞ്ഞ മുഹമ്മദ് നബിനോട്, അല്ലെ? മുഹമ്മദ് നബിയാണ് ഖുർആൻ വിശദീകരിച്ചു കൊടുക്കേണ്ട ആള്, അല്ലേ? മുഹമ്മദ് നബി വിശദീകരിക്കാത്ത ഒരർത്ഥം ഖുർആനിൽ ഇപ്പൊ നിങ്ങൾക്ക് അതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? മുഹമ്മദ് നബി വിശദീകരിക്കാത്ത, മുഹമ്മദ് നബിക്ക് മനസ്സിലാവാത്തൊരർത്ഥം ഖുർആനിൽ ഉണ്ട് നിങ്ങൾക്ക് ഇപ്പൊ വാദിക്കാൻ പറ്റൂല്ലേ? അതെനിക്ക് എങ്ങനെ വാദിക്കാൻ പറ്റണോ? മുഹമ്മദ് നബി പറഞ്ഞു കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലല്ലേ ഇതിന്റെ പണ്ഡിതന്മാര് ആദ്യകാല തഫ്സീറുകളൊക്കെ എഴുതിയിട്ടുള്ളത്, അല്ലേ? ഏതെങ്കിലും തഫ്സീറിൽ നിങ്ങൾ ഈ പറഞ്ഞ അണ്ടർ വാട്ടർ വേവ്സ് ഉണ്ടോ?
അതെനിക്കും അറിയില്ല. അത് നിങ്ങൾ അത് എനിക്കറിയും, അത് എനിക്കറിയാവുന്നത് കൊണ്ടാണ്. അതുണ്ട് എന്ന് നുണ പറഞ്ഞ അക്ബർ പറഞ്ഞത് പിന്നെ ഇതിലുണ്ടെന്നാണ്. എന്താ ഞാൻ നേരത്തെ പറഞ്ഞു തഫ്സീറിന്റെ പേര്, കുർത്തുബിയിലുണ്ട് പറഞ്ഞു. കുർത്തുബി എടുത്ത് പരിശോധിച്ച് നോക്കി. നിങ്ങൾ കുർത്തുബിയില് തഫ്സീർ കുർത്തുബിയിൽ എടുത്തിട്ട് നിങ്ങൾ ഈ ആയത്തിന്റെ വചനം പരിശോധിച്ച് നോക്കി. പരിശോധിച്ചിട്ട് ഞാൻ പിന്നെ ഒരിക്കൽ വിളിക്കണ്ടേ? നിർബന്ധമായിട്ടും വിളിക്കണം. 24:40 തഫ്സീർ കുർത്തുബി എടുത്ത് വായിച്ചു നോക്കിയിട്ട് അതിന്റെ അറബിയും വായിച്ച് ഉസ്താദിനോട് ചോദിച്ചിട്ട് അതിന് അർത്ഥം വെച്ച് തരാൻ പറയും. ഞാനൊന്ന് എഴുതി നോക്കട്ടെ ഒരു സെക്കൻഡ്. തഫ്സീർ കുർത്തുബി 24:40. നിങ്ങൾ ഇടക്ക് വിളിക്കാം, നമുക്ക് സംസാരിക്കാം. തഫ്സീർ കുർത്തുബി രണ്ട് കാര്യം കൂടെ സംസാരിച്ചിട്ട് നിർത്തട്ടെ ഒരു സെക്കൻഡ്. ആയിക്കോട്ടെ, സമയം ഒരുപാടായില്ലേ. നമുക്ക് ഇതന്നെ ഞാൻ 2 പീസാക്കിയിട്ട് അപ്ലോഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന്റെ തുടർച്ചകള് തെളിവായിട്ട് വരുമ്പോ നമുക്ക് ചെയ്യാം. അല്ല എന്താണ് സൈലന്റ് ആയി നിൽക്കുന്ന ഭാഗം കട്ട് ചെയ്തല്ലേ? അതൊക്കെ നമുക്ക് പറയാം, അത് കുഴപ്പമില്ല. തഫ്സീറുൽ ഖുർത്തുബി 24-ാം അധ്യായം 40-ാമത്തെ വചനത്തിന്റെ തഫ്സീർ എടുത്ത് പരിശോധിച്ച് നോക്കി. അതിനകത്ത് യഗ്ഷാഹു മൗജുൻ എന്ന് പ്രത്യേകമായിട്ട് എടുത്ത് പറഞ്ഞിട്ട് ഐ എന്ന് പറഞ്ഞിട്ട് കുറെ ഉണ്ടാവും. 24-ാം അധ്യായം സൂറത്ത് നൂർ അധ്യായം 40-ാമത്തെ വചനം. അപ്പൊ ഇതിലെന്താ വെച്ചാല് ഈ നിങ്ങൾ ഈ പറഞ്ഞ സംഭവം അല്ലേ, നിങ്ങളത് എടുത്തിട്ട് എന്താണ് ഇതിൽ തഫ്സീറിൽ എഴുതിയിട്ടുള്ളത് നമുക്ക് നോക്കിയിട്ട് വിളിക്കേ. നിങ്ങൾ സുന്നിയാണെന്നല്ലേ പറഞ്ഞ, പാരമ്പര്യം ഷെയ്ഖന്മാരിലൂടെ അല്ലെങ്കിൽ ഉസ്താദുമാരുടെ ഇമാമന്മാരിലൂടെ അറിയപ്പെട്ട അറിവല്ലേ അറിവ്, അല്ലാതെ ഈ അക്ബർ സാഹിബ് ഉണ്ടാക്കുന്ന വ്യാഖ്യാനാണോ വ്യാഖ്യാനം ഖുറാന്റെ? അല്ലല്ലോ. അപ്പൊ അതാ പറഞ്ഞത് ഇമാമുമാര് എന്താ പറഞ്ഞത് നമുക്ക് നോക്കാം. ഇമാമുമാര് പറഞ്ഞത് ഒരഭിപ്രായം ഉണ്ടാകും. നബി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ പറ്റി സംസാരിക്കും. ഒരഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും നമ്മൾ. ആയിക്കോട്ടെ, നിങ്ങൾ അത് പരിശോധിച്ചിട്ട് വരി. ഇനിയിപ്പോ ഒരഭിപ്രായം നബിയുടെ അഭിപ്രായം കിട്ടിയില്ലാന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് തോന്നിയ മാതിരി അഭിപ്രായം പറയാൻ പറ്റുമോ ഖുറാനെ കുറിച്ച്? അങ്ങനെ പറയാൻ പറ്റില്ല. നമുക്ക് ചിന്തിച്ചിട്ട് നമുക്ക് പറയാലോ. ആയിക്കോട്ടെ, അപ്പൊ നമുക്ക് നിങ്ങൾ ആദ്യം പണ്ഡിതന്മാരുടെ അഭിപ്രായം എന്താണ് ഖുർത്തുബി പരിശോധിച്ച് ഈ ഒരു കാര്യത്തെ പറ്റിട്ട് സ്റ്റഡി ചെയ്തിട്ട് വിളിക്കാം. അതല്ല തീർച്ചയായിട്ടും. അപ്പൊ പിന്നെ ഒരു കാര്യം പാടെ, ഇതെല്ലാം സംസാരിക്കാനുള്ളതല്ല, ഞാൻ ഒറ്റയെടുക്കണേ നിർത്താം. നിങ്ങള് ഈ എന്താണ് മതം വിടുന്നതിന് മുമ്പേ സുന്നി ആയിരുന്നു, അത് സുന്നിയിൽ നിന്ന് മുജാഹിദ് ആയിട്ടാണോ മതം മാറിയത്, അതോ നേരിട്ട് സുന്നിയിൽ നിന്നാണ്? സുന്നി പിന്നെ മുജാഹിദ് ജമാഅത്ത് അങ്ങനെ എന്തെങ്കിലും ആവില്ല? അങ്ങനെയൊന്നും പോയില്ല, എവിടെയും പോയി മെമ്പർഷിപ്പ് എടുക്കും പോലെ കൂടുകയൊന്നും ചെയ്യില്ല. അല്ലാതെ തന്നെ മതം മാറിയില്ലേ? ഓക്കെ. പിന്നെ വേറൊരു കാര്യം അറിയുള്ളത്, അതായത് സുന്നിന്ന് നല്ലോണം കുറച്ചൊന്ന് ചിന്തിച്ചിട്ട് ഇടക്ക് സ്റ്റക്ക് ആവണം, ചിലപ്പോ മുജാഹിദ് ജമാഅത്തിലൊക്കെ പോയി കൊടുക്കും. ശരിക്കും ചിന്തിച്ചു കഴിഞ്ഞാൽ അത് ഇതുകൊണ്ടാണ്. അതായത് ആദ്യം നമുക്ക് ഉള്ളിൽ വരുന്ന ചിന്തകള് ഇപ്പൊ ഈ അന്ധവിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട് സുന്നികളുടെ ഇടയിൽ കുറച്ച് അനാചാരങ്ങൾ അന്ധവിശ്വാസമൊക്കെ മതപരമായിട്ട് തന്നെ ലോജിക്ക് ഉപയോഗിച്ചാൽ തെറ്റാണെന്ന് തോന്നുന്ന കുറെ സാധനങ്ങളുണ്ട്. അത് അപ്പൊ യുക്തി പ്രയോഗിക്കാൻ തുടങ്ങുമ്പോ ആദ്യം ആവുക മുജാഹിദ് തന്നെയാണ്, സംശയമൊന്നുമില്ല. ആദ്യം മുജാഹിദ് ജമാഅത്ത് ആ ആശയത്തിലേക്ക് പോകും, പിന്നെയാണ് പോവാ, പിന്നെ അങ്ങനെ ആ വഴി തന്നെ പോളൂ. അതും കഴിഞ്ഞ് അങ്ങനെ നമുക്ക് ഇപ്പം പിന്നെ ഹദീസുകൾ തള്ളുന്ന ഒരു ഘട്ടം വരും. കാരണം നമുക്കിത് ഒരു ഘട്ടമായിട്ട് തന്നെ സംഭവിക്കുള്ളൂ, ഒറ്റയടിക്ക് സംഭവിക്കില്ല. അതുകൊണ്ട് ചോദിച്ചു ഞാൻ, നിങ്ങൾ ആദ്യം സുന്നിയിൽ നിന്ന് മാറി മുജാഹിദ് അത്ഭുതമൊന്നുമില്ല, അതൊരു വഴിയാണ്, അതിങ്ങനെ ഒരു വഴിയാണ്. അല്ല, ഞാൻ അറിയാൻ വേണ്ടി ചോദിക്കാണ്. ഞാൻ മുജാഹിദ് ആശയത്തിലേക്കൊന്നും പോയിട്ടില്ല. സുന്നിയിൽ നിന്ന് നേരിട്ടിട്ട് ഇന്നെ മുർത്തദാക്കിയ ആള് നമ്മളെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി. നിങ്ങൾക്ക് വിചാരിച്ച ബഹുമാനവും ആദരവും തന്നില്ലേ? ഞാന് പിന്നെ അയാളും പിന്നെ ഹുസൈൻ സലഫിയും തമ്മിലുള്ള ഒരു നാദാപുരം കണ്ണനം ഉണ്ടായിരുന്നു. അത് കേട്ടിട്ടാണ് എനിക്ക് മൂല്യന്മാരോടുള്ള വിശ്വാസം, അതായത് ഇവരെ നമ്പിക്കഴിഞ്ഞാൽ നമ്മളെ ഈമാൻ തുൻപില്ലാതാവും എന്ന് തോന്നിയത്. കുറെ ആൾക്കാരുണ്ട് കോലം കെട്ടി നടക്കുന്ന, അതില് കാര്യമില്ല. അതാണ്. അങ്ങനെ പിന്നെ നമ്മള് സ്വന്തം നിലക്കുള്ള അന്വേഷണങ്ങളും പഠനങ്ങളും ഊർജിതമാക്കിയത് ശരിക്കുള്ള ദീനിലെത്താൻ വേണ്ടിയിട്ട് നമ്മള് അന്വേഷിച്ചു തുടങ്ങിയതാ. ഉണ്ടെങ്കിൽ ദീന് തിരിഞ്ഞ ഒരാളൊപ്പം നിക്കണ്ടേ? അതല്ല അതിന്റെ ഒരു ഇംഗ്ലീഷ് അറിയണമെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് പഠിച്ച ഒരാളൊപ്പം തിരിഞ്ഞ ആളാണെന്ന് നമുക്ക് അറിയണമെങ്കിൽ ആദ്യം നമുക്ക് ദീന തിരിയണ്ടേ. ഇയാൾക്ക് ദീന തിരിയോ ഇല്ലേന്ന് അറിയണമെങ്കിൽ, ഇപ്പൊ ഒരാൾക്ക് ഡ്രൈവിംഗ് അറിയോ ഇല്ലേന്ന് നമ്മൾ തീരുമാനിക്കണമെങ്കിൽ ആദ്യം നമുക്ക് ഡ്രൈവിംഗ് അറിയണ്ടേ. അങ്ങനെ പ്രശ്നമുണ്ട്. നമ്മളിപ്പോ ഒരു MBBSന് ഒരു കുട്ടിക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുന്ന ഒരു സാറ്, ആ സാറ് ക്വാളിഫിക്കേഷൻ ഇപ്പൊ ഇസ്ലാമിന്റെ കാര്യത്തിൽ അങ്ങനത്തെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടില് മദ്രസകളും ദർസുകളും
അത് കഴിഞ്ഞിട്ടുള്ള അറബി കോളേജ് പോലും കൊടുക്കുന്ന ബിരുദമല്ലേ? അതിലിപ്പോ നമുക്ക് ബിരുദം. നോക്കാൻ പറ്റുള്ളൂ. അത് പേരോട് നോക്കിയിട്ട് പേരോട് അത് അബ്ദുറഹ്മാൻ സഖാഫി എന്താ മോശക്കാരനാ അങ്ങനെ നോക്കുമ്പോ? അയാളേതാ EK ആണോ? അയാള് AP ആണ്. AP ഓക്കെ. AP കുഴപ്പമൊന്നുമില്ല. പക്ഷെ പിന്നെ ഒരു കാര്യം, ഓക്കെ നിങ്ങൾ വിടാം. AP യാ? ഞാൻ EK ആണ്. കണക്കന്നെ. പിന്നെ ഒരു കാര്യം കൂടെ ചോദിക്കാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാല്, ഇനി എന്താണ് ഇപ്പൊ മുഹമ്മദ് നബി പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ടല്ലോ. ഇത് നമുക്ക് പെട്ടെന്ന് നിർത്തട്ടോ. പ്രവചനങ്ങൾ നമുക്ക് നടത്തിയിട്ടുണ്ടല്ലോ. അതിലേക്കൊക്കെ പോവാം. മുഹമ്മദ് നബിയുടെ പ്രവചനങ്ങള്, ഖുർആന്റെ അമാനുഷികത, ഇത് രണ്ടും അല്ല, നമുക്ക് അതൊന്നല്ല. സെപ്പറേറ്റ് സംസാരിക്കാം. അതല്ല ഞാൻ പറയുന്നത്. മുഹമ്മദ് നബി പറഞ്ഞു ദജ്ജാല് വരും, ഇമാം മഹ്ദി വരും എന്ന് പറഞ്ഞു. അപ്പൊ ഇമാം മഹ്ദി ഇന്ന് വന്നു. അപ്പൊ നിങ്ങളുടെ നിലപാട് എന്താക്കാരം? അല്ല, ദജ്ജാൽ ഇന്ന് വന്നു. അങ്ങനെ വരാനൊരു ദജ്ജാലോ ഒരു മഹ്ദി ഒന്നുമില്ല. നിങ്ങൾ ബേജാറാവണ്ട. ഇല്ല, ഓക്കെ. പക്ഷെ വന്നു കഴിഞ്ഞാല് വരൂല. അങ്ങനെ ഒരു സാധനം ഇല്ല. ഈ രണ്ട് സംഭവം ഇല്ല. ഓക്കെ, വരൂല, സമ്മതിച്ചു. പക്ഷേ സപ്പോസ് എന്നായിട്ടാണ് പറയണത്, ഖുറൈശികൾക്ക് മുന്നിൽ അല്ലെങ്കിൽ ദജ്ജാലും വന്നിട്ടല്ലേ മഹ്ദി വരുള്ളൂ. അല്ല, മഹ്ദി വന്നിട്ടാണ് മഹ്ദി ആദ്യം വരുമോ? മഹ്ദി ആദ്യം വരും. ഈ ഫലസ്തീൻ പ്രശ്നമൊക്കെ നടക്കണുണ്ടല്ലേ നിങ്ങള്? മഹ്ദിയൊക്കെ വരികയാണെങ്കിൽ ഇപ്പൊ വരേണ്ടതായിരുന്നു. ഇമാം മഹ്ദി നമ്മളെ കൊണ്ടോട്ടിയിലുണ്ടെന്ന ഒരാൾ മൂലിയർ ഇപ്പൊ കുറച്ചു ദിവസം മുമ്പ് ഒരു മന്നാനി വിളിച്ചിട്ട് പറഞ്ഞത്. മഹ്ദിമാര് ഇഷ്ടംമാരിയാ, ഓരോ നാട്ടിലും ഓരോ മഹ്ദിമാരാ. അതാ പറഞ്ഞത്. ഇതൊക്കെ ആർക്കും പറഞ്ഞൂടെ ഇപ്പൊ ഞാൻ മഹ്ദിയാണെന്ന്? അതെന്തിനും ആയിക്കോട്ടെ, പക്ഷെ മഹ്ദി വരുമ്പോ അത്ഭുതങ്ങൾ കാണിച്ചിട്ടാണല്ലോ വരിക. എന്താ അത്ഭുതം കാണിക്കുക? 2 അത്ഭുതങ്ങളുണ്ട്. ഞാൻ വായിച്ചത് 2 അത്ഭുതങ്ങളാണ്. ഒരു മരത്തിന്റെ ഒരു കൊമ്പ്, ഒരു ചില്ലി, ഒരു കൊമ്പ് എടുത്തിട്ട് ഭൂമിയിൽ കുഴിച്ചിടും. ആ നിമിഷ നേരം കൊണ്ട് അത് വളർന്ന് വലിയൊരു വൃക്ഷമായി മാറും. അത് നമ്മളെ ചെർപ്പളശ്ശേരി സംസുദ്ദീനായിക്കാരം മഹ്ദി. അതല്ല പറയണത്, ഇത് വരാൻ പോണ കാര്യത്തെ പറ്റി. അതാ ഞാൻ പറഞ്ഞേ, നമ്മളെ ചെർപ്പളശ്ശേരി ശംസുദ്ദീൻ ഉണ്ട്. അയാള് ഒരു മാങ്ങാണ്ടി എടുത്ത് കുഴിച്ചിടും. നിമിഷ നേരം കൊണ്ട് മാവ് ഉണ്ടായി, അതിമ മാങ്ങ ഉണ്ടായി, പൊട്ടിച്ച് നമുക്ക് അതിന്റെ ചെനയോടെ തരും. മാജിക്. അത് മാജിക്. എന്താ കഥങ്ങൾ എന്തെങ്ങനെ? ഇതാണ് ഖുറാനിൽ പറഞ്ഞത്. ചന്ദ്രനെ പിളർത്തി കാണിച്ചു കൊടുത്തപ്പോ ആൾക്കാർ പറഞ്ഞു അത് മാജിക് ആണ് എന്ന് പറഞ്ഞിട്ട് വല്ല വിശ്വസിച്ചില്ല എന്നാണ് പറഞ്ഞത്. ഹദീസിലുള്ളത്. ഹദീസിൽ പറഞ്ഞത് അതേ നിഷേധമല്ല ഇപ്പൊ നിങ്ങൾ കാണിക്കുന്ന ശംസുദ്ദീനെ. അതല്ല, ശംസുദ്ദീൻ അത് മാജിക് ആണെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് കാണിക്കുന്നത്. ഞാൻ കണ്ടുക്കണ വീഡിയോ. അയാളെ പേര് എനിക്കറിയില്ല, പക്ഷെ നിങ്ങൾ പറഞ്ഞപ്പോഴൊക്കെ മനസ്സിലായത്. വീഡിയോ ഞാൻ കണ്ടുക്കണു. അയാൾ ഇങ്ങനെ ഒരു വലിയ വൃക്ഷാക്കി മാറ്റും, പിന്നെ ഇതിന് മാങ്ങ ആക്കി മാറ്റും, അങ്ങനെ സംഭവം അല്ലെ? ആ ഒരു മാജിക് പിന്നെ ഒരു മാങ്ങ ഒക്കെ ഉണ്ടാകും ആ വൃക്ഷ ചെടിയില്. അതൊരു ചെടി വരെ അയാൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവം വരെ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഇതൊരു വലിയൊരു വൃക്ഷമായിട്ടാണ് മാറുന്നത്. മഹ്ദി വരട്ടെ, അപ്പൊ നമുക്ക് നോക്കാം. ഓക്കെ. അപ്പൊ അങ്ങനെ വന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സംശയമില്ലല്ലോ. അപ്പൊ പിന്നെ സംശയം തീർന്നു. സംശയമൊന്നുമില്ല. വരട്ടെ. അതിനുള്ള സമയം ആയിപ്പോന്നാണ് നമ്മള് ഫലസ്തീൻ ഇഷ്യൂ ഒക്കെ ആയിട്ട് നമുക്ക് മനസ്സിലാവണത്. ഓക്കെ, ഞാൻ അറിയാൻ വേണ്ടി ചോദിച്ചത്. ശരി, ഓക്കെ.